എല്ലാവർക്കും നമസ്കാരമുണ്ട്. ദീപാസ് രുചികൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അടിപൊളി ഒരു ലിവർ ഫ്രൈയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ചിക്കൻ്റെ ലിവറാണേ. അപ്പോൾ ഇത് എങ്ങനെയാണ് എളുപ്പം നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നത്, മക്കൾക്കൊക്കെ ഏറെ ഇഷ്ടമുള്ള ഒരു ഫ്രൈ ആണിത്. ഞാനും ഹസ്ബൻഡും ഒന്നും അങ്ങനെ കൂട്ടത്തില്ല, പക്ഷേ മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവിടെ ഇഷ്ടപ്രകാരമാണ് ഞാനിത് വെക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ലിവറൊക്കെ മേടിക്കുമ്പോൾ എല്ലാവർക്കും ഒരു പേടിയുണ്ട്, ലിവർ എങ്ങനെ മക്കൾക്ക് കൊടുക്കുന്നതെന്ന്. ഒരു കുഴപ്പമില്ല കൊടുക്കുന്നതിന്. നമ്മൾ ആദ്യം തന്നെ വിനാഗിരിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഒരു 10-15 മിനിറ്റോളം ഇത് നന്നായിട്ട് കഴുകാൻ വേണ്ടി വെള്ളത്തിലിട്ട് വെച്ചിരിക്കണം. എന്നിട്ട് നന്നായിട്ട് ഒരു 2-3 വെള്ളത്തിൽ അത് ഒലച്ച് കഴുകിയെടുക്കണം. അതുകൊണ്ടാണ് ഇതിന് മഞ്ഞ കളർ, മഞ്ഞൾപ്പൊടിയൊക്കെ പിടിച്ചതിൻ്റെ ആ കളറാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ വിനാഗിരി ഒരു ലേശം ചേർത്തിട്ടേക്കുന്നത് നല്ലതാണ്. ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും അഴുക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പൊക്കോളും കേട്ടോ. ഇതെല്ലാം നന്നായിട്ട് ചെറുതായിട്ട് മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഒരു 4 കഷ്ണം ചുവന്നുള്ളി, ഒരു 5 കഷ്ണം വെളുത്തുള്ളി, ഒരു 3 എരിവുള്ള പച്ചമുളക്, ഒരു കഷ്ണം ചെറിയ കഷ്ണം ഇഞ്ചി, അതുകൊണ്ട് തന്നെ പെരുംജീരകമാണ്, വലിയ ജീരകം, പിന്നെ പെരുംജീരകം ഒരു ടീസ്പൂണോളം, 1 ടീസ്പൂണോളം കുരുമുളക്, ഇത്രയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. നമ്മളത് കുരുമുളകാണ്, മുഴുവൻ കുരുമുളക് എടുക്കാൻ ഓർക്കണം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അതിനാണ് ഒരു ചതച്ചിടുമ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാകുന്നത്. ഇത് ഇത്രയും കൂടെ നന്നായിട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കാം. കാരണം പേസ്റ്റ് പോണ് കരഞ്ഞൊന്നും പോകണ്ട, ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി കേട്ടല്ലോ. കണ്ടല്ലോ, മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഞാനിത് കണ്ടല്ലോ, ഇതേ പരുവത്തിന് തരിയായിട്ട് തന്നെ കിടക്കണം. ഈ പരുവത്തിന് നമ്മൾ ചതച്ചെടുത്ത് കേട്ടോ. ചതച്ചെടുത്തതിന് ശേഷം നമ്മൾ ആ കഴുകി വാരി വെച്ചേക്കുന്ന ലിവറെല്ലാം കൂടെ നമുക്ക് ഒരു കുക്കറിലേക്ക് ഇട്ട് ഒരു വിസിലടുപ്പിച്ച് 1-2 വിസിലടുപ്പിച്ച് ഒന്ന് വേവിക്കണം കേട്ടോ. കാരണം ഇവിടുത്തെയൊക്കെ ലിവർ ആയതുകൊണ്ട് നമുക്ക് 1-2 വിസിലിന് വെന്തോ ഇല്ലയോ എന്ന് നോക്കിയതിന് ശേഷം ബാക്കി വിസിലടുപ്പിച്ചു. അത് എനിക്കിപ്പോൾ ഇതിന് 2 വിസിലടുപ്പിച്ചപ്പോഴത്തേനും ഓക്കെ ആയി കേട്ടോ. കണ്ടല്ലോ, കുക്കറിലേക്ക് ഇട്ടു. നമ്മൾ ഈ ചതച്ച് വെച്ചിരിക്കുന്ന ഗരം മസാലയും ഇതെല്ലാം കൂടെ നമ്മൾ അങ്ങോട്ട് ചേർത്ത് കൊടുത്ത് ഒരു 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് വെച്ചിട്ട് നമുക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം, 1/4 ഗ്ലാസ്സേ ആകാവൂ, 1/4 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. 2 വിസിലടിച്ചാൽ മതി കേട്ടോ. കണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഒരു ചെറിയ സവാള ഞാൻ ഇതുകൊണ്ട് കനം കുറച്ച് ചീകി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് കറിവേപ്പില ഇടാം. അതുകൊണ്ട് തന്നെ വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും പച്ചമുളകും കൂടെ കണ്ടല്ലോ നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ നീളത്തിൽ തന്നെ അരിഞ്ഞെടുക്കണം. ഇത് ഞാൻ ലിവർ ഫ്രൈ ആണ് ചെയ്യാൻ പോകുന്നത്. കണ്ടല്ലോ, ഇതുകൊണ്ട് നീളത്തിൽ അരിഞ്ഞ് വെച്ചു. അതിനുശേഷം 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. നമ്മൾ ഓർക്കും ഫ്രൈ ഒക്കെ വെക്കുമ്പോഴത്തേനും ഒത്തിരി വെളിച്ചെണ്ണ വേണം എന്നൊക്കെ ഓർക്കും, വേണ്ട കേട്ടോ. ഇതിന് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും അതുകൊണ്ട് തന്നെ നമ്മുടെ സവാളയും കൂടെ, സവാള കനം കുറച്ച് വേണം അരിയാൻ കേട്ടോ, ചീകി അരിയണം. ഇവിടെ ഞാൻ അങ്ങോട്ട് ചേർത്ത് കൊടുത്തു. അതൊന്ന് വഴലട്ടെ കേട്ടോ, ആ എണ്ണയിലോട്ട് കിടന്നിട്ട്. കണ്ടല്ലോ, നന്നായിട്ടൊന്ന് വഴലാൻ വേണ്ടി ഞാനൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇപ്പം ഈ സവാള പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടി ഞാൻ അതിലേക്ക് ആവശ്യമുള്ള ഒരു 1/4 സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തു. കാരണം നമ്മൾ ലിവർ വേവിക്കാൻ നേരം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടല്ലോ. ഞാനിങ്ങനെ സ്പീഡിൽ പറയുന്നത് ഒത്തിരി ലെങ്തി ആകാതിരിക്കാനാണ് നമ്മുടെ വീഡിയോ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ സ്പീഡിൽ പറയുന്നത്. എല്ലാവർക്കും ഒത്തിരി നേരം നിന്ന് കേൾക്കുന്നത് ഇഷ്ടമല്ലല്ലോ. കണ്ടല്ലോ, ഞാൻ ഇപ്പം ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതിലേക്കുള്ള പൊടിവകയാണ്. ഒരു സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യമേ മുഴുവൻ കുരുമുളക് ചേർത്തത് കാരണം ഒരു 1/2 സ്പൂണോളം പൊടിച്ച കുരുമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം 1 സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ 3 എരിവുള്ള പച്ചമുളക് ഇതിൽ ചേർത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് അത്രയും ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമ്മളിനി ഈ വെന്ത് വെച്ചിരിക്കുന്ന കണ്ടല്ലോ, പരുവത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ലേശം വെള്ളവുമേ കണ്ടല്ലോ, നമ്മുടെ അത്രയും പറ്റി വന്നപ്പോഴത്തേന് വെന്ത് വന്നപ്പോഴത്തേന് ലേശം വെള്ളവുമേ ഉള്ളൂ. ഈ ലിവർ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒന്ന് നന്നായിട്ട് ഇതൊന്ന് പറ്റി വരട്ടെ കേട്ടോ. കാരണം ലേശം വെള്ളം, കാരണം ഓൾറെഡി ലിവർ വെന്താണ്, അതുകൊണ്ട് ലേശം വെള്ളം മാത്രമേ നമ്മൾ വെന്ത് വരുമ്പോഴത്തേനെ കാണാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 1/4 ഗ്ലാസ് വെള്ളം മാത്രമേ ലിവർ വേവിക്കാൻ ഒഴിച്ചു കൊടുക്കാവൂ. ഇതിപ്പം പെട്ടെന്ന് തന്നെ അത് വെന്തോളും. ആ ഗ്രേവി എല്ലാം പറ്റി ലിവറിലേക്ക് പിടിക്കും. അപ്പം നന്നായിട്ടൊരു തിക്ക് ഗ്രേവി ആയിട്ട് ഇതിൽ പിടിച്ചിട്ട് നല്ലതായിട്ട് ഫ്രൈ ആകും. കണ്ടല്ലോ, ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ വെള്ളമെല്ലാം ഗ്രേവി എല്ലാം പറ്റി നന്നായിട്ട് പിടിക്കും. ഞാനിപ്പം ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു ടീസ്പൂണോളം ഗരം മസാലയുടെ പൊടിയാണ്. ഗരം മസാലയുടെ പൊടി ഇതിങ്ങനെ എല്ലാം പറ്റിയതിന് ശേഷം വേണം ചേർത്ത് കൊടുക്കാൻ. അന്നേരം ആ ഒരു പ്രത്യേക ഫ്ലേവർ നമുക്ക്
കിട്ടും. ആ മൂത്ത് വരുമ്പോഴത്തേന് കേട്ടോ, കണ്ടില്ല, അതും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് വീണ്ടും നമുക്ക് വേണേൽ എത്ര വേണേലും കറിവേപ്പില ചേർത്ത് കൊടുക്കും. അതൊരു പ്രത്യേക ഭംഗിയാണ് ലിവർ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ. ഇപ്പം കണ്ടല്ലോ, ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ലിവർ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇതിൻ്റെ റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു. ഇത് ലിവർ ഫ്രൈ ആണ് ഞാൻ ചെയ്തിരിക്കുന്നത്, അല്ലാതെ തിക്ക് ഗ്രേവി ആയിട്ട് ഡ്രൈ ഫ്രൈ അല്ല ചെയ്തിരിക്കുന്നത്. കണ്ടല്ലോ, അടിപൊളിയായിട്ട് തന്നെ നമ്മളൊരു ലിവർ ഫ്രൈ തയ്യാറാക്കിയിട്ടുണ്ട്. എല്ലാവർക്കും ഇതിൻ്റെ റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം. മക്കൾക്കൊക്കെ ചെയ്ത് കൊടുത്തു, അവർക്കൊക്കെ ഇഷ്ടപ്പെടും. അത് ചിക്കൻ്റെ ലിവറാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻസ് ഇട്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത ഒരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.